ഹലോ ഗൈസ്, നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മളിന്ന് നമ്മളെ പാപ്പൻ്റെ വീട്ടിലൊന്ന് പോയായിരുന്നു കേട്ടോ. നമ്മൾ വേറൊരു ആവശ്യത്തിന് വേണ്ടി പോയതാണ്. അപ്പോൾ അവിടെ പോയപ്പോൾ മനസ്സിലായത് ഇളമ്മ അവിടെ ഇല്ലായിരുന്നു. പിന്നെ രണ്ട് മക്കളും പണിക്ക് പോയായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ ഉള്ളത് അവരെ ഇളം മകനായിരുന്നുള്ളത്. അപ്പോൾ അതാ നമ്മളവിടെ സ്വാഗതം ചെയ്ത ആളാണ് കേട്ടോ. അതാ ഈ ആളാണ് നമ്മളവിടെ സ്വാഗതം ചെയ്തത് കേട്ടോ. അപ്പോൾ നമ്മളവിടെ പല പ്രാവശ്യം പോയിട്ടുണ്ടെങ്കിൽ ഈ പട്ടികളായിട്ട് നമ്മളങ്ങനെ ഒരു ഇതായിട്ട് എന്താ പറയുക ഇടപഴകലില്ലായിരുന്നു. എനിക്ക് ഭയങ്കര പേടിയായിട്ടോ ഇതിനെ. അപ്പോൾ ഇത് കൂട്ടിലായിരിക്കും അധികം ഉണ്ടാവാം. അപ്പോൾ ഇതിൻ്റെ വൈഫാണ്. ഇപ്പോൾ ഇവളെ വീട്ടിൽ പട്ടികളൊക്കെ ഉണ്ടായിട്ടുണ്ടോ, ഭയങ്കര ഇഷ്ടമാണ് പട്ടികളായിട്ടോ. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇത് ഓടി വന്നും കണ്ടിതാ ഈ ഒരു സ്നേഹം കാണിക്കുന്നുണ്ടല്ലേ. അപ്പോൾ ഇത് കാണുമ്പോൾ നമ്മൾ എത്രയോ എന്താ പറയുക, നമുക്ക് പരിചയമുള്ള ഒരാളെ പോലെയാണ് ഇത് പെരുമാറുന്നത് കണ്ടില്ലേ. ഫുള്ള് ഇങ്ങനെ ഇതാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ, വാലാട്ടുന്നുണ്ട്, ഇടയ്ക്കൊക്കെ ഇങ്ങനെ മുഖത്തൊക്കെ ഇങ്ങനെ നക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഭയങ്കര ഇതിൻ്റെ സ്നേഹമാണ് ഇത് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ കഴിക്കും ഇത് ഇത്രയും വർഷമായിട്ടുള്ളൊരു ബന്ധമാണ്, ഒരിക്കലും അല്ല കേട്ടോ. ഇത് നമ്മളവിടെ പോയിട്ടുണ്ടെങ്കിൽ കൂടിയിട്ട് ഇത് കൂട്ടിലാണ് ഇത് ഉണ്ടാവാറുള്ളത്. അപ്പോൾ അതിൽക്കൂടെ നമ്മൾ കണ്ടുള്ള പരിചയമുള്ളൂ. അപ്പോൾ ഇന്നാണ് ഇപ്പോൾ ഇത് നമ്മൾ പോയപ്പോൾ ഇത് മുറ്റത്ത് നിൽക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ഓടി വന്നും കാണിക്കുന്നതാണ് കേട്ടോ. ഇത് ഭയങ്കര സ്നേഹമാണ് ഇതിന്. ഇത് പെൺപട്ടിയാണ്, ഏകദേശം ഒരു 8 വയസ്സൊട്ടും പ്രായമുണ്ട് കേട്ടോ ഇതിന്. എന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു തോന്നുന്നു. ഞാൻ അതിൻ്റെ വീഡിയോ എടുക്കുമ്പോൾ പുള്ളിക്കാരൻ അങ്ങോട്ട് ഗേറ്റിൻ്റെ അടുത്തൊക്കെ ഉണ്ട് ഓടിയിട്ടുണ്ട്. അവിടെ വേറെ ഏതൊരു പട്ടി കൊണ്ട് പോയായിരുന്നു കേട്ടോ. അപ്പോൾ അതിനെ കണ്ടിട്ട് അങ്ങോട്ട് ഓടിയതാണ് അവൾ. ഇതിലൊന്നുമില്ല. ഗായ്സ്, ഇതാണ് കേട്ടോ നമ്മളെ പാപ്പൻ്റെ വീട്. ഇത് കോഴിക്കോട് ഒളവണ്ണ ചാത്തത്ര എന്ന സ്ഥലത്താണ് കേട്ടോ പാപ്പൻ്റെ വീട്. അപ്പോൾ ഇതാണ് വീട്. പക്ഷെ പാപ്പൻ മരിച്ചു പോയി കേട്ടോ. പാപ്പൻ മരിച്ചിട്ട് 5-6 വർഷത്തിന് മേലായി. പാപ്പൻ്റെ വീടിൻ്റെ പേരാണ് ഉത്രട്ടാതി എന്നാണ് പാപ്പൻ്റെ വീടിൻ്റെ പേര്. വിജയൻ എന്നായിരുന്നു പാപ്പൻ്റെ പേര് കേട്ടോ. അപ്പോൾ ഇതാണ് വീട്, ഉള്ളോട്ട് കാണിക്കുന്നില്ല. ഗൈസ്, ഇതാണ് നമ്മളെ മാർത്ത. എടാ ഇതിന് എത്ര വയസ്സായടാ? 8 വയസ്സോ? 8 വയസ്സ് പ്രായമുണ്ട്. അവക്ക് 8 വയസ്സിന്റെ മേലെ പ്രായമുണ്ട് എന്നാണ് പറയുന്നത്. അയ്യോ, ഇവളെ വിളിക്കുന്ന പേര് മാർത്ത എന്നാണ് കേട്ടോ. മാർത്ത എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ ഇവളെ ഓടി വരും കേട്ടോ. മാർത്ത എന്നാണ് പേര്. വേറൊരാളെ കാട്ടിത്തരാം ഇല്ല. അപ്പൊ ഇതാണ് അപ്പു. ഇവിടെ എത്ര വയസ്സുണ്ടാ? 4. 4 വയസ്സ് പ്രായമുള്ള അപ്പു ആണ് കാണുന്നത്. അവന്റെ കൂടാണിത്. നമ്മളെ പഴയ ഒരു സൈക്കിളാണ്. പഴയ വണ്ടി. ഇത് നമ്മളെ കിളിക്കൂട്. അപ്പം ഇതാണ് പാപ്പന്റെ 3ാമത്തെ മകനാണ് കേട്ടോ. ഇത് അടുത്ത് പ്രസവിച്ചോടാ. അവൾ ആ ഗേറ്റിൻ്റെ അടുത്തേക്ക് ഓടിയിട്ടുണ്ട് കേട്ടോ. ഇതൊരു ആൺപട്ടി അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ കണ്ടപ്പോൾ കൊണ്ട് ഓടിയാണ് കേട്ടോ. പിന്നെ ഞാൻ വിളിച്ചപ്പോൾ അതാ എൻ്റെ അടുത്തേക്ക് ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. അതങ്ങനെ എൻ്റെ അടുത്തേക്ക് ഇങ്ങനെ വരുന്നുണ്ട്. നമ്മളതിന് ബിസ്ക്കറ്റ് ആണ് കൊണ്ടുപോയത് കേട്ടോ. അപ്പം അതൊക്കെ കഴിച്ചിട്ടുണ്ട്. മണി ട്രീ ആണ്. മണി ട്രീ ചില വീട്ടിലൊക്കെ ഉണ്ടാവും. ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലതാണെന്നൊക്കെ പറയുന്നത് കേട്ടോ. ചേട്ടാ അതിന് വെള്ളം വേണമെന്ന് തോന്നുന്നു. നമ്മളെ എടുത്തുനിന്ന് തന്നെ അത് നിൽക്കുകയാണ് കേട്ടോ. അത് നമ്മളെ വിട്ട് പോകുന്നതല്ല കേട്ടോ. നമ്മളെ ചുറ്റിപ്പറ്റിയും കാണിട്ട് തന്നെ നിൽക്കുന്നത്. അപ്പോൾ വൈഫിനാണെങ്കിൽ
അതിനെ ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടോ. അതിനെ ഇങ്ങനെ കൊണ്ടുവന്നാലോ എന്നൊക്കെ ചോദിച്ചായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് എന്നോട്. അപ്പോൾ അതിൻ്റെ ഒരു ഞാൻ പറഞ്ഞ അതിൻ്റെ പ്രസവിക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു കുട്ടീനെ വാങ്ങാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അവള് വെള്ളം കുടിക്കുകയാണ് ഗൈസ്. എന്താണ് നമുക്ക് തീരെ ഇഷ്ടമായില്ലല്ലോ ഇതൊക്കെ എടുക്കണേ. ഗൈസ്, നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന എല്ലാ കൂട്ടുകാരും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ ഒരു ലൈക്ക് തരാനും മറക്കരുത്. ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ വീട്ടിൽ ഒരുപാട് പറ്റിയില്ലേ? എത്ര ഉണ്ട്? ഇപ്പൊ 4 എണ്ണം ഉള്ളു. ഒരുപാടുണ്ടാവും. അതിന് കൂട്ടിക്കയറുന്ന ഇഷ്ടമില്ല. ഇതിലൊന്നും ഇല്ലടാ. പെണ്ണാണ്. ഇതിന്റെ ഒരു കുഞ്ഞിനെ കിട്ടിയത് നല്ലതായിരുന്നു അല്ലേ? ഇതിന്റെ ഒരു കുഞ്ഞിനെ കിട്ടിയിരുന്നെങ്കിലേ നല്ലതായിരുന്നു. സബ്സ്ക്രൈബ് ചെയ്യാൻ പറയണം എല്ലാവരോടും. സബ്സ്ക്രൈബ് ചെയ്യാൻ പറയും. ഗൈസ്, നമ്മൾ കോഴിക്കോടാണ് ഞങ്ങളെ വീട് കേട്ടോ. ചില വീട്ടിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് കോഴിക്കോടാണ് ഞങ്ങളെ വീട്. അതുപോലെ കോഴിക്കോട് ഉളവണ്ണ ചാത്തോത്തറ എന്ന സ്ഥലത്താണ് കേട്ടോ അതുപോലെ വീട്, പാപ്പൻ്റെ വീട്. അപ്പോൾ ഗൈസ്, ഈ വീഡിയോ അത്രേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാലും എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അത്രേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം.